ഒരൊറ്റ പരാമർശം കൊണ്ട് രാജ്യത്ത് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയ ഒരു വാർത്തയിലേക്കാണ്. രാജ്യത്തെ വ്യാജ നിയമ ബിരുദധാരികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ പരാമർശം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അതിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. താൻ ഉപയോഗിച്ച പാറ്റ എന്ന വാക്ക് രാജ്യത്തെ അഭ്യസ്തവിദ്യരായ യുവജനങ്ങളെക്കുറിച്ചല്ലെന്നും മറിച്ച് നിയമരംഗത്തെ വ്യാജന്മാരെക്കുറിച്ചാണെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നു. ഈ വിഷയത്തിന്റെ പൂർണ്ണമായ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തെ നിയമവൃത്തങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒരുപോലെ ചർച്ചയായ ഒന്നായിരുന്നു സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഒരു പരാമർശം. രാജ്യത്തെ വ്യാജ നിയമ ബിരുദധാരികളുടെയും വ്യാജ പ്രാക്ടീഷണർമാരുടെയും പ്രശ്നം കോടതിയുടെ പരിഗണനയ്ക്ക് വന്ന വേളയിലായിരുന്നു ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ഇത്തരത്തിലുള്ളൊരു കടുത്ത വിമർശനം ഉയർന്നത്. നിയമരംഗത്തെ ഇത്തരം വ്യാജന്മാരെയും അർഹതയില്ലാത്തവരെയും പാറ്റകളോട് ഉപമിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. എന്നാൽ ഈ പരാമർശം പുറത്തു വന്നതിന് പിന്നാലെ വലിയ തോതിലുള്ള തെറ്റിദ്ധാരണകൾക്ക് ഇത് കാരണമായി. രാജ്യത്ത് തൊഴിലില്ലായ്മയും പ്രയാസങ്ങളും നേരിടുന്ന ലക്ഷക്കണക്കിന് സാധാരണ യുവജനങ്ങളെയാണ് കോടതി പാറ്റകൾ എന്ന് വിശേഷിപ്പിച്ചത് എന്ന രീതിയിൽ ചില കോണുകളിൽ നിന്നും സോഷ്യൽ മീഡിയയിലൂടെയും പ്രചാരണങ്ങൾ നടന്നു. ഇത് വലിയ തോതിലുള്ള ചർച്ചകൾക്കും ഒപ്പം ചില വിമർശനങ്ങൾക്കും വഴിയൊരുക്കുകയുണ്ടായി. ഈ തെറ്റിദ്ധാരണകൾ ശക്തമായതോടെയാണ് സുപ്രീം കോടതി വിഷയത്തിൽ അടിയന്തരമായും വ്യക്തത വരുത്തുവാൻ തീരുമാനിച്ചത്. തന്റെ വാക്കുകൾ പൂർണ്ണമായും തെറ്റായ രീതിയിലാണ് ചിലർ വ്യാഖ്യാനിച്ചതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തുറന്നടിച്ചു. താൻ ഒരിക്കലും രാജ്യത്തെ തൊഴിലന്വേഷകരായ യുവാക്കളെക്കുറിച്ചോ യോഗ്യത നേടാൻ കഷ്ടപ്പെടുന്ന സാധാരണ വിദ്യാർത്ഥികളെക്കുറിച്ചോ അല്ല സംസാരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ പരാമർശിച്ചത് രാജ്യത്തെ യുവജനങ്ങളെക്കുറിച്ചല്ല, മറിച്ച് നിയമവ്യവസ്ഥയെ അട്ടിമറിക്കുന്ന വ്യാജ നിയമ ബിരുദധാരികളെയും വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി കോടതിയിൽ കയറിപ്പറ്റുന്നവരെ കുറിച്ചുമാണ്. രാജ്യത്തെ യുവാക്കൾ ഞങ്ങളുടെ പ്രതീക്ഷയാണ്. അവരെ അപമാനിക്കുക എന്നത് കോടതിയുടെ ലക്ഷ്യമല്ല. ഈ പ്രസ്താവനയിലൂടെ കോടതിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നുവെന്ന് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ചീഫ് ജസ്റ്റിസിന് സാധിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സുപ്രീം കോടതിക്ക് ഇത്രയും കടുത്ത ഭാഷയിൽ പ്രതികരിക്കേണ്ടി വന്നത്? അതിന്റെ യഥാർത്ഥ കാരണം രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വ്യാജ നിയമ ബിരുദധാരികളുടെ സാന്നിധ്യമാണ്. ഒരു രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ നട്ടെല്ലെന്നത് സത്യസന്ധരായ അഭിഭാഷകരും മികച്ച കോടതി നടപടികളുമാണ്. എന്നാൽ യാതൊരുവിധ യോഗ്യതയോ അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള ബിരുദമോ ഇല്ലാതെ വ്യാജരേഖകൾ ചമച്ച് കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്ന നിരവധി പേർ ഇന്ന് രംഗത്തുണ്ട്. ഇത് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയോട് ചെയ്യുന്ന വലിയൊരു വഞ്ചനയാണ്. ഒരു സാധാരണക്കാരൻ തങ്ങളുടെ ജീവിതാവസാനം വരെ നീതി തേടി കോടതിയുടെ പടി കയറുമ്പോൾ വ്യാജ ബിരുദധാരികളുടെ കൈകളിൽ അവരുടെ കേസ് ചെന്നെത്തിയാൽ എന്ത് സംഭവിക്കും? അത് നീതി നിഷേധത്തിലേക്കും കക്ഷികളുടെ ജീവിതം തകരുന്നതിലേക്കും നയിക്കും. ഈ ഗുരുതരമായ സാമൂഹിക വിപത്തിനെയാണ് ചീഫ് ജസ്റ്റിസ് അതീവ ഗൗരവത്തോടെ ചൂണ്ടിക്കാണിച്ചത്. രാജ്യത്തെ യുവജനങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി എപ്പോഴും അതീവ കരുതലോടെയാണ് ഇടപെടാറുള്ളത്. തൊഴിലില്ലായ്മ, പരീക്ഷകളിലെ ക്രമക്കേടുകൾ, വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ കേസുകളിൽ യുവജനങ്ങൾക്ക് അനുകൂലമായ നിരവധി നിരീക്ഷണങ്ങൾ സുപ്രീം കോടതിയിൽ നിന്നും മുൻപും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന യുവജനങ്ങളെ അപമാനിക്കുന്ന ഒരു പദം ചീഫ് ജസ്റ്റിസ് ഉപയോഗിക്കുമെന്ന് കരുതുന്നത് യുക്തിസഹമല്ല. യഥാർത്ഥ യോഗ്യതയുള്ളവരും കഠിനാധ്വാനം ചെയ്ത് ജോലി നേടാൻ ശ്രമിക്കുന്നവരുമായ യുവാക്കളുടെ അവസരങ്ങളെയാണ് ഇത്തരം വ്യാജ ബിരുദധാരികൾ തട്ടിയെടുക്കുന്നത്. വ്യാജന്മാർ കാരണം യോഗ്യരായ യഥാർത്ഥ നിയമ ബിരുദധാരികൾക്ക് അർഹമായ തൊഴിൽ ലഭിക്കാതെ പോകുന്നു. അതിനാൽ യഥാർത്ഥത്തിൽ രാജ്യത്തെ യുവാക്കളുടെയും നീതിപൂർവമായ സമൂഹത്തിന്റെയും പക്ഷത്താണ് സുപ്രീം കോടതി നിലകൊള്ളുന്നത് എന്നീ വ്യക്തതയിലൂടെ തെളിയുന്നു. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു പരാമർശം അതിന്റെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി പ്രചരിപ്പിക്കുന്നത് സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. കോടതിയുടെ ഉത്തരവുകളോ പരാമർശങ്ങളോ പൂർണ്ണമായും വായിക്കാതെ കേവലം ചില വാക്കുകൾ മാത്രം അടർത്തി മാറ്റി ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രവണതയാണ് ഈ വിഷയത്തിലും കണ്ടത്. നിയമവ്യവസ്ഥയെ ശുദ്ധീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു ഉച്ചത്തിലുള്ള മുന്നറിയിപ്പിനെ മറ്റൊരു തലത്തിലേക്ക് വഴിതിരിച്ചുവിടാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ കൃത്യസമയത്ത് ചീഫ് ജസ്റ്റിസ് തന്നെ ഇതിൽ വ്യക്തത വരുത്തിയത് വ്യാജ പ്രചരണങ്ങൾക്ക് ഇട്ടിരിക്കുകയാണ്. നീതിന്യായ വ്യവസ്ഥയെയും യുവജനങ്ങളെയും സ്നേഹിക്കുന്ന ആരും തന്നെ ഇത്തരം ദുർവ്യാഖ്യാനങ്ങളെ പിന്തുണയ്ക്കില്ല. ഈ സംഭവ വികാസങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിയമരംഗത്തെ ശുദ്ധീകരണം എത്രയധികം അടിയന്തര ആവശ്യമാണ് എന്നുള്ളതാണ്. വ്യാജ ബിരുദങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകുന്ന റാക്കറ്റുകൾക്കെതിരെയും അവ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുന്നവർക്കെതിരെയും കർശനമായ നടപടികൾ സ്വീകരിക്കുവാൻ ബാർ കൗൺസിലുകളും സർവകലാശാലകളും തയ്യാറാകേണ്ടതുണ്ട്. സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ വരും ദിവസങ്ങളിൽ വ്യാജന്മാർക്കെതിരായ നടപടികളിൽ കൂടുതൽ വേഗത നൽകും എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത്. നീതിപീഠത്തിന്റെ പവിത്രത സംരക്ഷിക്കുവാനും കക്ഷികൾക്ക് നീതി ഉറപ്പാക്കാനും യോഗ്യതയുള്ളവരുടെ സേവനം മാത്രം ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെ കൂടി ആവശ്യമാണ്. ചുരുക്കത്തിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ പാറ്റാ പരാമർശം രാജ്യത്തെ യുവജനങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും മറിച്ച് നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഭീഷണിയായ വ്യാജ നിയമ ബിരുദധാരികൾക്കെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പായിരുന്നുവെന്നും ഇപ്പോൾ പൂർണ്ണമായി വ്യക്തമായിരിക്കുന്നു. തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് സുപ്രീം കോടതി നൽകിയ ഈ വിശദീകരണം ഈ വിവാദത്തിന് അന്തിമ പരിഹാരമായിരിക്കുകയാണ്.
വാർത്തകൾ വളച്ചൊടിക്കുമ്പോൾ യഥാർത്ഥ സത്യം എന്താണെന്ന് തിരിച്ചറിയേണ്ടത് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. എന്നാൽ ചീഫ് ജസ്റ്റിസിന്റെ ഇത്തരമൊരു പരാമർശത്തിലൂടെ ആക്ഷേപഹാസ്യ പ്ലാറ്റ്ഫോം എന്ന നിലയ്ക്ക് രൂപം കൊണ്ട കോക്രോച്ച് ജനതാ പാർട്ടി, അതായത് CJPക്ക് രാജ്യത്തെ യുവാക്കളിൽ നിന്ന് വ്യാപക പിന്തുണയാണ് ലഭിച്ചത്. കോടതിയുടെ ഈ നിലപാടിൽ രാജ്യത്തെ യുവതലമുറയ്ക്കിടയിൽ കടുത്ത അമർഷമാണ് പുകഞ്ഞത്. ഇതിനു മറുപടിയായി സമൂഹത്തിന്റെ കാഴ്ചയിൽ പാറ്റകളായവർ ഒന്നിച്ചാൽ എന്ത് സംഭവിക്കും എന്ന ആശയം മുൻനിർത്തി 2026 മെയ് 16 ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റും ആം ആദ്മി പാർട്ടിയുടെ മുൻ പ്രവർത്തകനുമായ അഭിജിത് ദീപ്കെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ആക്ഷേപഹാസ്യ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടു. ഭാരതീയ ജനതാ പാർട്ടി എന്ന പേരിനെ പരോക്ഷമായി പരിഹസിച്ചുകൊണ്ടുണ്ടാക്കിയ ഈ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം അലസരുടെയും തൊഴിലില്ലാത്തവരുടെയും ശബ്ദം എന്നായിരുന്നു. തുടക്കത്തിൽ ആക്ഷേപഹാസ്യപരമായ ട്രോളുകളും പോസ്റ്റുകളും വഴി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ CJP വളരെ പെട്ടെന്നാണ് രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പ്രതിനിധിയായി മാറിയത്. CJPയുടെ ഡിജിറ്റൽ പ്രക്ഷോഭത്തെ തെരുവിലേക്ക് നയിച്ച പ്രധാന വിഷയം 2026 നീറ്റ് മെഡിക്കൽ പ്രവേശന പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയായിരുന്നു. പരീക്ഷയിൽ വ്യാപകമായി ക്രമക്കേട് നടന്നതായി ആരോപണം ഉയർന്നതോടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് പ്രതിസന്ധിയിലായത്. ചോർച്ചയെ തുടർന്ന് പരീക്ഷകൾ റദ്ദാക്കേണ്ടി വന്നതും വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതേണ്ടി വന്നതും രാജ്യത്തുടനീളം വലിയ രോഷത്തിന് കാരണമായി. കടുത്ത മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ ഏതാനും വിദ്യാർത്ഥികൾ ജീവനൊടുക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഇപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് CJPയുടെ നേതൃത്വത്തിൽ ഡൽഹി ജന്തർ മന്ദറിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ രാജ്യത്തെ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വിമർശനത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് അദ്ദേഹം. നിയമരംഗത്തെ ഇത്തരം വ്യാജന്മാരെ തുടച്ചു നീക്കുവാനും നീതിന്യായ വ്യവസ്ഥ കൂടുതൽ ശക്തവും കുറ്റമറ്റതാക്കാനും ലക്ഷ്യമിട്ടുള്ള സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ രാജ്യത്തിന് ഏറെ ഗുണം ചെയ്യുമെന്നതിൽ സംശയവുമില്ല. നിയമരംഗത്തെ ഇത്തരം വ്യാജന്മാരെ തുടച്ചു നീക്കുവാനും നീതിന്യായ വ്യവസ്ഥ കൂടുതൽ ശക്തവും കുറ്റമറ്റതാക്കാനും ലക്ഷ്യമിട്ടുള്ള സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ രാജ്യത്തിന് ഏറെ ഗുണം ചെയ്യുമെന്നതിൽ സംശയമില്ല.